നമസ്തേ, ഞാൻ ഡോക്ടർ ജൂഡ് ജോസഫ്, സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ, അപ്പോളോ ആഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആൺകുട്ടികളിൽ കാണുന്ന ഹൈപ്പോസ്പേഡിയാസ് അഥവാ മൂത്രനാളം ലിംഗാഗ്രത്തിലല്ലാതെ ലിംഗത്തിൻ്റെ അടിഭാഗത്ത് എവിടെയെങ്കിലുമായിട്ട് തുറക്കുന്നൊരവസ്ഥ, അതിനെയാണ് ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറയുന്നത്. അത് വൃഷ്ണസഞ്ചിയുടെയും ലിംഗത്തിൻ്റെയും ജംഗ്ഷൻ തൊട്ട് ലിംഗത്തിൻ്റെ അറ്റം വരെയുള്ള ഏത് പൊസിഷനിലും ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വളരെ ആകാംക്ഷയാണ്, ഇത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന് സർജറി ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിനോടൊപ്പം തന്നെ കോർഡി എന്നൊരവസ്ഥ, അതായത് ലിംഗം ചുരുണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതോടൊപ്പം ചിലപ്പോൾ വൃഷ്ണസഞ്ചിയിൽ വൃഷ്ണങ്ങൾ കാണാതിരിക്കുക, ലിംഗം വളരെയധികം ചുരുണ്ടിരിക്കുക. അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊരു ലിംഗ സംശയം വരെ ഉണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ജനറ്റിക് സ്റ്റഡി ചെയ്യേണ്ടി വരും. ജനറ്റിക് സ്റ്റഡി ചെയ്തിട്ട് ഇത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ ആണാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും നമുക്ക് ഹൈപ്പോസ്പേഡിയാസിന് യൂറിത്രോപ്ലാസ്റ്റി എന്നൊരു സർജറി ഉണ്ട്. അതായത് നമ്മൾ ഈ ലിംഗത്തിൻ്റെ സൈസ്, അതിൻ്റെ വളർച്ച അതനുസരിച്ച് പ്രായം യൂഷ്വലി ഒരു 1-1.5 അല്ലെങ്കിൽ 2 വയസ്സിനുള്ളിലാണ് നമ്മൾ ചെയ്യുക. ആ മൂത്രനാളം താഴെ കാണുന്ന പൊസിഷനിൽ നിന്നും ലിംഗാഗ്രത്തിലേക്ക് എത്തിക്കുന്ന സർജറിയാണിത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? ഇത്രയും നീണ്ട ഒരു ട്യൂബ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിലെപ്പോഴും ഫിസ്റ്റുല എന്നൊരു കോംപ്ലിക്കേഷൻ, അതായത് ദ്വാരം വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അക്സെപ്റ്റഡ് കോംപ്ലിക്കേഷനാണ്. അതൊരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഫിസ്റ്റുല ക്ലോഷർ എന്നുള്ള സർജറി മാത്രം ചെയ്ത് അത് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ ആങ്സൈറ്റി വേണ്ട, അത് വളരെ കറക്റ്റബിൾ ആയിട്ടുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഒന്ന് ഡിവൈഡ് ചെയ്ത് പല സ്റ്റേജുകളായിട്ട് ചെയ്യേണ്ടി വരും. സിംഗിൾ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന അവസ്ഥകളുമുണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആ കുട്ടിയുടെ മൂത്രനാളം എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ സ്റ്റേജ് നിർണ്ണയിക്കുക. സിംഗിൾ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നതുണ്ട്, ഡബിൾ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നതുമുണ്ട്. ഫിസ്റ്റുല ഈ കോംപ്ലിക്കേഷൻ വന്നാൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ട അവസ്ഥകളിൽ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് ആണാണെന്ന് കൺഫേം ചെയ്തിട്ട് ചെയ്യണം. അല്ലെങ്കിൽ സെക്സ് റീഅസൈൻമെൻറ്റ് അല്ലെങ്കിൽ സർജറികൾ ചെയ്യണമെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും. കുട്ടിയുടെ ലിംഗത്തിൽ സംശയമുണ്ടെന്ന് പറയും. പലപ്പോഴും ആൺകുട്ടി തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംശയം നിവാരണം ചെയ്യാനായിട്ട് പീഡിയാട്രിക് സർജനെ കാണിക്കുക. വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുന്നതായിരിക്കും. താങ്ക് യു.